കർണാടക കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസർ രാജിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കിടയിൽ ദുരിതത്തിൽ കഴിയുകയാണ് നൂറുകണക്കിന് കുട്ടികൾ. തകർത്ത വീടുകൾക്കിടയിൽ പുസ്തകങ്ങളും പഠനോപകരണങ്ങളുമെല്ലാം നഷ്ടപ്പെട്ടതോടെ പഠനം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. യലഹങ്കയിലെ ഫക്കീർ ലേഔട്ടിലും ബസിം ലേഔട്ടിലും എത്തിയാൽ കാണുന്ന കുട്ടികളുടെ കാഴ്ചകൾ ആരുടെയും ഹൃദയം തകർക്കും. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ മുതിർന്നവർക്കൊപ്പം കഴിയുകയാണവർ. രാത്രിയിലെ കൊടുംതടുപ്പിൽ വിറങ്ങലിച്ച് പകൽ സമയത്തെ ശക്തമായ ചൂടിൽ പൊള്ളി. പ്രദേശത്തെ കുട്ടികളിൽ ഭൂരിഭാഗം പേരും പഠിക്കുന്നത് തൊട്ടടുത്ത കൊഗിലു ഗവൺമെന്റ് ഉറുദു UP സ്കൂളിലാണ്. ഈ മാസം 19-നാണ് അവസാനമായി സ്കൂളിൽ പോയത്. 20-ന് പുലർച്ചെ ഒന്നുമറിയാതെ കിടന്നുറങ്ങുന്ന മനുഷ്യർക്കിടയിലേക്ക് ബുൾഡോസറുകൾ ഇരച്ചെത്തിയപ്പോൾ വീട്ടിൽ നിന്നും ഗ്യാസ് കുറ്റികൾ മാത്രമാണ് എടുത്തുമാറ്റാൻ അനുവദിച്ചത്. വീട്ടുപകരണങ്ങൾക്കൊപ്പം കുട്ടികളുടെ ബാഗും പുസ്തകങ്ങളും പഠനോപകരണങ്ങളുമെല്ലാം മണ്ണിലമർന്നു. പാഠപുസ്തകങ്ങളില്ലാതെ ഇനി എങ്ങനെ സ്കൂളിൽ പോകുമെന്നറിയില്ല. स्कूल के कपड़े सब भी गए भैया, घर में क्या भी नहीं है, बुक्का नहीं है, पेंसिला नहीं है, क्या भी नहीं है, सब भी गए. तो हमें स्कूल को जाते क्यों जाना भैया, मैं स्कूल को बुक क्या भी नहीं है, कपड़े भी नहीं है, स्कूल के पूरे गए. പ്രദേശത്ത് 141 കുട്ടികളാണ് ദുരന്തഭൂമിയിലെന്ന പോലെ കഴിയുന്നത്. Some Kerala NGOs also is there. They all are came of humanity basis. They help the poor people. Otherwise they will die. See small children. They don't know what is their religious. What is the religious name? They only know we are born in India. That's my India. You are what's their fault? They are born in the poor family. This is their fault. Please, all the government will understand. The central government, state government should think about poor. Then only you will be stay there. If any children will die with the food or hungry, it will be sharp for the children also. You have also children. Think about that. Your children is in the AC room. Every facilities are royal facility. But these children, they are in small sheet house. That also not acceptable for you. What the humanity you are living in this society? What the message you are giving to the humanity? കുട്ടികൾക്ക് കുളിക്കാനോ പ്രാഥമിക കൃത്യം നിർവഹിക്കാനോ ഉള്ള സൗകര്യം പോലും ഇവിടെയില്ല. അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ല. സംഭവത്തിന് ശേഷം ഉറുദു സ്കൂൾ മുറ്റം ദുരിതാശ്വാസ ക്യാമ്പിന് സമാനമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കുഗിലുവിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.